പ്രൈസ്തലോ പ്രൈസ്തലോ പ്രൈസോ മനസ്സുണ്ടെങ്കിൽ മനസ്സാണ് ഏറ്റവും വലിയത്. മനസ്സ് എവിടെ ഇരിക്കുന്നു? മനസ്സ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ മനസ്സ് അത് മറ്റൊരുത്തന് ദ്രോഹമുള്ളതായിട്ട് മാറരുത്, അവനെ ശിക്ഷിക്കുന്നതായിട്ട് മാറരുത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് നല്ല മനസ്സായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതം എവിടെ കിടന്നതാണ്? കുഴഞ്ഞ് ചേറ്റി കിടന്നതല്ലേ? ഈ ലോകത്തിന് അനുഭവമായി നമ്മൾ നടന്നാൽ ഈ ലോകത്തിൻ്റെ പ്രവൃത്തിയിലൂടെ, ഈ ലോകത്തിൻ്റെ വ്യഭിചാരങ്ങൾ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ഈ ലോകത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ പോയതല്ലേ? ഇനിയെങ്കിലും നമ്മുടെ മനസ്സ് ആ യേശുവിലേക്ക് ഒന്ന് ചലിപ്പിക്കാൻ പാടില്ലേ? ഈ ലോകത്തിൻ്റെ പിതാവ്, ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ ദൈവം നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളെല്ലാം കുരുടാക്കി വെച്ചിരിക്കല്ലോ. ഈ ആത്മീയ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ പ്രാർത്ഥന. യേശു അല്ലാതെ വേറൊരു ദൈവമില്ല. അവനോട് പറഞ്ഞാൽ അവൻ നമ്മുടെ മനസ്സ് തുറന്നു തരും. നമ്മുടെ മനസ്സ് തുറന്നു തന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവും കേട്ടോ. നമുക്ക് നല്ലൊരു മനസ്സുണ്ട്. ദൈവമേ, നിൻ്റെ മനസ്സ് പോലൊരു നല്ലൊരു മനസ്സ് മറ്റൊരുത്തനെ സഹായിക്കാൻ, മറ്റൊരുത്തനോട് നല്ലതായിട്ട് ഇടപെടാൻ, മറ്റൊരുത്തനെ ദൈവം വിഷമിപ്പിക്കാതെ മറ്റൊരുത്തനോട് ക്ഷമ പറയുവാൻ നല്ലൊരു മനസ്സ് തരണമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യേശു എത്ര സ്നേഹമുള്ളവനാണ്, എത്ര സ്നേഹവാൻ. അവൻ വിളിക്കുകയല്ലേ, അവൻ്റെ ആണിപ്പോഴുള്ള കരം വിട്ട് വിളിക്കല്ലേ, മകനെ മകളെ നീ ഇവിടെ വാ, ഞാൻ നിന്നെ ആശ്വസിക്കാമെന്ന് പറഞ്ഞ് വിളിക്കല്ലേ. നിൻ്റെ പ്രശ്നം എൻ്റെ മേലിട്. കണ്ണുനീര് തുടയ്ക്കാൻ യേശുവിനല്ലേ കഴിയുള്ളൂ. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ അവന് മനസ്സുണ്ടല്ലോ. ആ വിധവയുടെ കണ്ണുനീര് കണ്ടവനല്ലേ? ആ യായ്റോസിൻ്റെ മകളുടെ ഫണ്ടിൽ കടന്നു യായ്റോസിൻ്റെ കരച്ചിൽ കണ്ടതല്ലേ? ആ രക്തസ്രാവക്കാരി നിലവിളിച്ചുകൊണ്ട് കടന്നുകൊണ്ട് അവളുടെ ആ വിഷയത്തിന്മേൽ അവന് തൊട്ടപ്പോൾ അവന് ശക്തി വ്യാപരിച്ചില്ല. യേശുവിൽ നിന്ന് ശക്തി വ്യാപരിക്കും കേട്ടോ. യേശുവിനോട് പറയേണ്ട കർത്താവ്, നീ എന്നൊന്ന് തുടരണം, നീ എന്നൊന്ന് തുടരണം. ദിവസത്തിൻ്റെ അമ്മയമ്മയുടെ പനിയൊക്കെ തൊട്ട് സൗഖ്യമാക്കി നമുക്കറിയാലോ. അവ ആ കുളത്തിൻ്റെ കര കിടന്ന് മനുഷ്യൻ നടത്തിയത് അറിയാമല്ലോ, പക്ഷപാതക്കാരനെ നടത്തിയത് അറിയാമല്ലോ. എനിക്ക് അവന് മനസ്സുണ്ട് കേട്ടോ, അവന് നല്ല മനസ്സുണ്ട്. എനിക്ക് മനസ്സിലായി. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കാം, നിൻ്റെ പ്രയാസം തുടയ്ക്കാം, നിൻ്റെ രോഗം മാറാൻ, നിൻ്റെ രോഗം മാറ്റുവാൻ, നിൻ്റെ സാമ്പത്തികമായി ഞെരുക്കം മാറ്റുവാൻ, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ യേശുവിന് കഴിയും കേട്ടോ. യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഈ ലോകത്തിൻ്റെ ദൈവം നിങ്ങളെ അടിമയാക്കി വയ്ക്കും. ഈ ലോകത്തിൻ്റെ പലതിലും നമ്മൾ അടിമയായിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടിച്ച് ഈ യേശുവിനായി ജീവിക്കാൻ നമുക്കൊരു മനസ്സ് വേണം കേട്ടോ. മനസ്സുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സുണ്ടെന്ന് പറയാവുള്ളൂ. എനിക്ക് പോകാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോകാതെ ഇരിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമയിലൊക്കെ നമുക്ക് കാണാമല്ലോ. മൂത്തമോനോട് പറഞ്ഞു നീ തോട്ടത്തിൽ പോകുന്നു പറഞ്ഞു, ഞാൻ പോകില്ല എന്ന് പറയാം. രണ്ടാമത്തേനും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തോട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം മനസ്സുണ്ടായിരുന്നവൻ പോയില്ല, മനസ്സ് ഇല്ലാത്തവൻ പോയി. അങ്ങനെയാണ് ഇന്ന് യേശുവിൻ്റെ നിൻ്റെ വേല ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്കണമേ എന്ന്, ഒരു നല്ല മനസ്സ് എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു മനസ്സുണ്ടായി തീരട്ടെ, മനസ്സ് സന്തോഷം പറയട്ടെ. യേശു സന്തോഷം, യേശുവിന് കഴിയാത്തായിട്ടൊന്നുമില്ല. യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ്. യേശു മനസ്സലിവുള്ള ദൈവമാണ്. യേശുവിനെ പോലെ മനസ്സലിവുള്ള ഒരു വ്യക്തി ലോകത്തിലേക്ക് വന്നിട്ടില്ല, ഇങ്ങോട്ട് വരികയില്ല. വന്ന് നമ്മെ വീണ്ടെടുത്തവൻ യേശു, അവൻ മാത്രമാണ്. അവന് നല്ല മനസ്സാണ്. ദൈവം